ഹലോ, നജ്വാസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ തുണികളൊക്കെ നമ്മൾ കളയാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചവിട്ടിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു സാധനം എന്ന് പറയുന്നത്, ഈ ഒരു ഹുക്ക് എന്ന് പറയുന്നത് നമ്മളെ പല്ല് തേക്കുന്ന ബ്രഷ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്ക് വശത്ത് കത്തി വെച്ചിട്ട് ഞാനൊരു ഹുക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചവിട്ടി ഞാൻ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് എനിക്കത് വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറെ ഒരു തുണി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഇത് ചെയ്ത് പകുതി ആയതാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്ത് ഒരു ഹുക്കുകൾ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. ഇത് ഓരോ ഹുക്കുകൾ ഇങ്ങനെ കണക്ട് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ഹുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ബ്രഷ് കൊണ്ട് ഉണ്ടാക്കിയ ഹുക്ക് ഉണ്ടല്ലോ, അത് കടത്തി വിടുകയാണ് കേട്ടോ. ഫസ്റ്റ് ഇത് ഉള്ളിലേക്ക് അങ്ങോട്ട് കടത്തി വിടുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ബാലൻസ് ഉള്ള വള്ളികളുണ്ടല്ലോ, ഞാൻ പഴയ മെറ്റീരിയലുകളൊക്കെ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മെഷീനിൽ വെച്ചിട്ടാണ് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സൂചിയും നൂലും എടുത്തിട്ട് കണക്ട് ചെയ്താലും മതി, ചെറിയ രീതിയിൽ കെട്ടിട്ട് കൊടുത്താലും മതി. മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതാവും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹുക്ക് എടുത്തിട്ട് ഈ വള്ളി ഉണ്ടല്ലോ, മറുവശത്താണ് ഇതിൻ്റെ വള്ളി ഇരിക്കുക, അത് ഇതിനെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ഹുക്ക് ഹോളുണ്ടാവും. ആ ഹോളിൽ കൂടെ നമ്മൾ ഈ ബ്രഷിനെ ഉള്ളിലേക്ക് കടത്തി വിട്ടതിന് ശേഷം പുറകു വശത്ത് നിന്ന് ആ ഒരു വള്ളി ഉള്ളിലേക്ക് കൊളുത്തിയെടുക്കുക. നമ്മൾ ക്രോഷറ്റൊക്കെ ചെയ്യാറില്ലേ, നമ്മളുടെ കമ്പിളി നൂല് വെച്ചിട്ടുള്ള ഫ്രോക്കുകൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് ശീലമുള്ളവർക്ക് അറിയാം ഈ ഹുക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് ത്രെഡ് വലിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ത്രെഡിന് പകരമാണ് നമ്മൾ ഇത് നീളത്തിന് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഈ ഉള്ളിലുള്ള ഒരെണ്ണം നമ്മൾ വലിച്ച് പുറത്തേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഇതിനെ പുറത്തേക്ക് ഇട്ടു. ഇനി ബാലൻസ് ഉള്ള ഒരു ഹുക്കും കൂടി ഉണ്ടല്ലോ, അതിങ്ങനെ പുറത്തേക്ക് ഇട്ടു. അപ്പം നമ്മൾ ആ വലിച്ചെടുത്ത ആ ഒരു കൊളുത്തുണ്ടല്ലോ, അതാണിപ്പോൾ നമ്മളുടെ ആ ഒരു ബ്രഷിൽ നിൽക്കുന്നത്. വീണ്ടും നമ്മൾ ആ ഒരു വള്ളി എടുത്തിട്ട് അതിൽ ചുറ്റി കൊടുത്തു. ഇനി തൊട്ടടുത്തുള്ള ഹോളിലൂടെ നമ്മൾ ബ്രഷ് ഉള്ളിലേക്ക് കടത്തി വീണ്ടും ആ ഒരു നൂലിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. കണ്ടോ, ഇപ്പോൾ 3 ഹുക്കാണ് നമ്മളുടെ ബ്രഷുമ്മേ ഇരിക്കുന്നത്. 1 2 3 ഇങ്ങനെ 3 ഹുക്കാണ് ഇരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ച് നോക്കുക, നമ്മളുടെ പുറകിൽ നിന്ന് ആ ഒരു വള്ളി വലിച്ച് ആ ഫസ്റ്റത്തെ ഹുക്കിൻ്റെ ഉള്ളിലേക്കാണ് ആദ്യം നമ്മൾ വലിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് ഈ ഒരു ത്രെഡ് ഇങ്ങനെ ഒന്ന് പിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉള്ളിലേക്ക് കടത്തും. ഇപ്പോൾ ഇങ്ങനെ ഫസ്റ്റത്തെ ഹോളിലേക്ക് കടത്തി രണ്ടാമത്തതിലേക്ക് നമ്മൾ വലിച്ചെടുത്തു. ഇനി ഈ ലാസ്റ്റത്തത് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ടാലും മതി, നമുക്ക് വലിച്ചിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഈ ഒരെണ്ണം നമ്മൾ വലിച്ചെടുത്ത ഹുക്ക് ഏതാണോ അതാണ് ബ്രഷിലിരിക്കുന്നത്. വീണ്ടും നമ്മൾ ആ പുറകിൽ നിന്ന് നൂലെടുത്തിട്ട് ബ്രഷിലേക്ക് കൊളുത്തി. ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും വളരെ ഈസിയാണ് ഇത് സംഭവം ചെയ്യാൻ. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഏത് ഹോളിലൂടെയാണ് കടത്തി വിടുന്നതെന്നും ഏത് ത്രെഡാണ് വലിച്ച് ഉള്ളിലേക്ക് എടുക്കുന്നതെന്നും ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ലെഗിൻസിൻ്റെ ഒക്കെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല, കോട്ടനോ ഷിഫോണോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് ബെസ്റ്റ് നമ്മളെ ലെഗിൻസിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയലാണ്. ഞാനിപ്പോൾ ഇതിലെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റയോണിൻ്റെയും ഒക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ ഈ ഹുക്ക് ഹോളിലേക്ക് ഇങ്ങനെ കടത്തി വിടുന്നത് ഫസ്റ്റ് ചില മെറ്റീരിയൽ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട്. അത് വരുമ്പോൾ നമ്മളൊരു ഏകദേശം 1 ഇഞ്ച് വീതിയിൽ വേണം നമ്മൾ ഈ ഒരു വള്ളികൾ സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വല്ലാതെ വീതി കൂടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും. വേറെ ഇതിലൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. ഈ ഹുക്ക് ഇങ്ങനെ കടത്തി ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അത് ഫസ്റ്റിൽ ഇത്തിരി റിസ്ക് തോന്നിയാലും വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ചവിട്ടി ചെയ്തെടുക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹോളിലൂടെയും നമ്മൾ ഇത് പിന്നെ ഹുക്ക് ഈ ത്രെഡ് വലിച്ചെടുത്ത് കൊളുത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇടുമ്പോഴും ഒരു 3-4 അല്ലെങ്കിൽ 5 ഹോളുകൾ കഴിയുമ്പോൾ ഒരേ ഹോളിൽ തന്നെ നമ്മൾ 2 ഹുക്കുകൾ വീതം ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊട്ട പോലെ അല്ലെങ്കിൽ തൊപ്പിയൊക്കെ പോലെ മുകളിലേക്ക് ഇങ്ങനെ കൂടി വരും. അല്ലാതെ ചവിട്ടി പരന്ന് കിടക്കും പോലെ കിടക്കില്ല. ഒരു ഹോളിൽ തന്നെ 2 ചെയിൻ വെച്ച് ഇടാൻ നോക്കുക. കുറച്ചൊരു 4-5 ചെയിൻ കഴിയുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എല്ലാത്തിനും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചവിട്ടിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് എത്രത്തോളം സൈസ് കൂട്ടണോ അത്രയും നമുക്ക് വേണമെങ്കിൽ
ഓരോ കളറ് തുണി എടുത്തിട്ട് അത് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്ത് നമുക്കിതുപോലെ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചെയ്ത് പകുതിയായി പിന്നെയാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇതിപ്പോൾ വേറൊരു തുണി ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 3 പ്രാവശ്യം നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. 3 പ്രാവശ്യം ചുറ്റുമ്പോൾ നമുക്കിതുപോലെ റൗണ്ടിനൊരു ഹോള് കിട്ടും. ഈ ഹോളുണ്ടല്ലോ, ഈ ഒരു റൗണ്ടിന് ചുറ്റും നമുക്ക് നേരത്തെ ഞാൻ ചവിട്ടിയിൽ എങ്ങനെയാണോ പിന്നെ കൊളുത്തി ഇങ്ങനെ കണക്ട് ചെയ്ത് എടുക്കുന്നതെന്ന് കാണിച്ചു തന്നല്ലോ, അതുപോലെ നമ്മൾ ഈ ഒരു ഹുക്ക് ഉള്ളിലൂടെ കടത്തിയിട്ട് ഈ ബാലൻസ് ഉള്ള സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് മുകളിലേക്ക് എടുക്കും. ഇനി അതിലൂടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ത്രെഡിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അതുപോലെ ഇത് പിന്നെ ഒറ്റ പ്രാവശ്യം ഉള്ള ഹുക്കാണ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ 3 എണ്ണം വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിൽ കൂടെ എടുത്തു, പിന്നെ പുറത്തേക്ക് എടുത്തു, എന്നിട്ട് അതിനെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ഇത് പിന്നെ ഷർട്ടിൻ്റെ തുണിയായ കാരണം കുറച്ച് കട്ടി കൂടുതലാണ്, അതുകൊണ്ട് ഇത്തിരി വലിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൂടുതൽ നല്ലത്. വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് എടുത്തു, ആ ഹുക്കിനെ പുറത്തേക്ക് എടുത്തു. ഇനി അതിനെ ഉള്ളിൽ നിന്ന് നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഈ ഒരു റൗണ്ട് ചുറ്റിനും ഇതുപോലെ തന്നെ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഓരോ റൗണ്ടിൻ്റെയും പുറത്ത് വീണ്ടും നമ്മൾ പിന്നെ ഈ ത്രെഡ് തന്നെ കണക്ട് ചെയ്ത് റൗണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലുള്ള പഴയ തുണികളൊക്കെ വലിച്ചെറിയാതെ നിങ്ങൾ ഇതുപോലെ നല്ല ഭംഗിയിൽ ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്കത് ഒരു വരുമാന മാർഗ്ഗം ആക്കണം എന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. അപ്പോൾ നല്ല ഭംഗിയിൽ ഇതുപോലെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.